വസ്തുസുഖങ്ങളും കർത്താവേ വീടും ധാന്യങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം. പിതാവില്ലാത്തോർക്കു നല്ലോരു കവിഞ്ഞാർദ്രവാനും പിതാവില്ലാത്തോർക്കു നല്ലോരു താതേനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവുമെല്ലാമെൻ കർത്താവേ. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവുമെല്ലാമെൻ കർത്താവേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെ എന്നെ ദൈവം സ്വർഗസിംഹാസനം എന്നെ ദൈവനാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ സൂം മീറ്റിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ വലിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് അല്പസമയത്തേക്ക് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ദൈവം എന്റെ പിതാവ് എന്നുള്ള ഒരു ഭാഗമാണ്. ദൈവം എന്റെ പിതാവ്. നാം നമ്മുടെ ദൈവത്തെ നാം പല രീതിയിൽ നമ്മുടെ കർത്താവിനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും നാം ദൈവത്തെ വിളിക്കുമ്പോഴും എല്ലാം നാം പല രീതിയിൽ ദൈവത്തെ വിളിക്കാറുണ്ട്. ദൈവമേ എന്ന് നാം വിളിക്കും, കർത്താവേ എന്ന് വിളിക്കും, സ്വർഗീയ പിതാവേ എന്ന് വിളിക്കും, നമ്മള് രാജാതിരാജാവേ, പല രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും നമ്മളല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിലും ദൈവത്തെ നമ്മൾ പല രീതിയിൽ സംബോധന ചെയ്യും. പക്ഷെ നമ്മൾ ദൈവത്തെ അപ്പ എന്ന് വിളിക്കും. നാം ഈ ബാക്കിയുള്ള പേരുകളിലെക്കാട്ടിലെല്ലാം നമുക്ക് ദൈവവുമായിട്ട് ആഴമായിട്ടുള്ള ഒരു ബന്ധം വരുന്നത് എന്റെ അപ്പ എന്ന് വിളിക്കുമ്പോഴാണ്. നമ്മുടെ പിതാവ്, അല്ലെങ്കിൽ നമുക്കിപ്പോ ഈ ഭൂമിയിൽ ഒരു പിതാവില്ലെങ്കിൽ പോലും നമ്മൾ ദൈവത്തെ അപ്പ എന്ന് വിളിക്കുമ്പോൾ ആ ഒരു ആഴമായിട്ടുള്ള ഒരു ബന്ധം, ആ ഒരു പേരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിളിക്കുവാനായിട്ട് ഇഷ്ടമുള്ളത്. നമുക്ക് അപ്പ എന്ന് വിളിക്കുവാനുള്ള ആ ഒരു ഇത്, അത് ദൈവമായിട്ടുള്ള ആ അപ്പ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ദൈവവുമായിട്ടുള്ള ആ ഒരു ആഴമായിട്ടുള്ള ആ ഒരു ബന്ധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. നമ്മൾ ദൈവം പിതാവ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ബൈബിളിൽ പറയുന്നു, ദൈവം തന്നെ പിതാവായി വെളിപ്പെടുത്തുന്നത് തന്റെ മക്കളോടുള്ള അഗാധ സ്നേഹത്തെ കാണിക്കുവാനാണെന്ന്. അതിന് നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളും ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന് പുത്രത്വം എന്നാണ് പറയുന്നത്. പുത്രത്വം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നാം ദൈവത്തിന്റെ മക്കളായിട്ട് തീരുകയാണ്. യോഹന്നാൻ 1:12 ഇങ്ങനെ പറയുന്നു, അവനെ കൈകൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ കർത്താവ് അധികാരം കൊടുത്തിട്ടുണ്ടെന്ന്. ആ ഒരു ദൈവമക്കളാകുവാൻ കൊടുത്ത അധികാരത്തിനാണ് പുത്രത്വം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവ മക്കളായി തീരുകയാണ്. അപ്പോൾ നമുക്ക് ചെറുപ്രായത്തിലായിരുന്നപ്പോൾ നമ്മൾ പാരമ്പര്യമായിട്ടുള്ള സഭകളിലും ഒക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ദൈവത്തെ ഒരു ഭയത്തോടുകൂടെ, നമ്മൾ പറയുമ്പോൾ
ദൈവമാണ്, നമുക്ക് ദൈവത്തെ ആ രീതിയിൽ ആരാധിക്കണം, സ്തുതിക്കണം, അങ്ങനെ ഒരു ഇത്. പക്ഷെ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ആ പുത്രത്വം ലഭിക്കുന്നത്. അതോടെ നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീരുക. ഈ ഭൂമിയിൽ നമുക്കൊരപ്പനുണ്ട്, അപ്പനും മക്കളെന്നുള്ള ഒരു ബന്ധം പോലെ തന്നെ നമ്മൾ കർത്താവിന്റെ മക്കളായിട്ട് തീരുന്ന ആ ഒരു പുത്രത്വം നമുക്ക് ലഭിക്കുകയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ വരുന്നതോടുകൂടി. അപ്പോൾ ദൈവം നമുക്ക് തന്ന ഒരു അധികാരമാണ് ഏത് സമയത്തും നമുക്ക് കർത്താവിനെ അബ്ബ പിതാവേ എന്ന് വിളിക്കാനുള്ള ആ ഒരു പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മൾക്ക് തന്നത്. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ ദൈവത്തെ ഭയത്തോടെ അല്ല നാം ദൈവത്തെ അബ്ബ പിതാവേ എന്ന് വിളിക്കുന്നത്. നമ്മൾ യേശോപ്പച്ച അല്ലെങ്കിൽ യേശോപ്പ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ദൈവവുമായിട്ടുള്ള അത്ര ഒരു ആഴമായിട്ടുള്ള ഒരു ബന്ധം. നമ്മൾ ചില സമയത്തൊക്കെ വളരെ ഭാരത്തോടെ പ്രയാസത്തോടെയൊക്കെ ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് ഈ ഭൂമിയിൽ പിതാവൊക്കെ ഇല്ലാത്തവർക്കാവുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും നമുക്ക് പിതാവ് ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പിതാവുള്ളവരുണ്ട്, പിതാവില്ലാത്തവരുണ്ട്. എന്റെ കാര്യം പറയുമ്പോൾ എന്റെ 15-ാമത്തെ വയസ്സിൽ പിതാവ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത വരും, അയ്യോ എനിക്ക് അപ്പനില്ലല്ലോ അല്ലെങ്കിൽ അപ്പ ഇല്ലല്ലോ. അപ്പോൾ തന്നെ നമ്മൾ ആ അപ്പ എന്ന് വിളിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ആശ്വാസം, ദൈവം തരുന്ന അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ആശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ദൈവം തന്ന ആ വലിയൊരു പദവിയാണ്. നമുക്ക് അങ്ങനെ ദൈവത്തെ വിളിക്കുവാൻ, അയ്യോ എനിക്കൊരു അപ്പൻ ഉണ്ടല്ലോ, ഈ ഭൂമിയിലുള്ള അപ്പൻ ഇല്ലെങ്കിൽ തന്നെയും നമുക്കൊരു അപ്പൻ ഉണ്ടല്ലോ എന്നുള്ള ചിന്ത വരുന്ന രീതിയിൽ വിളിക്കുവാൻ ദൈവം തന്ന ആ വലിയ കൃപയാണ് നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഇത്. പിതാവായ ദൈവത്തിന്റെ നമ്മുടെ പിതാവായ ദൈവത്തെ നമ്മൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ, അല്ലെ അപ്പ എന്ന് വിളിക്കുമ്പോൾ, നമ്മുടെ കർത്താവിന് ചില സവിശേഷതകളുണ്ട്. അതില് കർത്താവിന്റെ ചില സവിശേഷതകൾ നമ്മുടെ ഭൂമിയിലുള്ള ഈ അപ്പനേക്കാളൊക്കെ ഉന്നതവും പരിശുദ്ധവുമായ ചില ഗുണങ്ങളാണ് നമ്മുടെ കർത്താവിനുള്ളത്. അതില് ഒന്നാമതായിട്ട് കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത് നിരുപാധികമായിട്ടുള്ള സ്നേഹമാണ്. നിരുപാധികമായത് അൺകണ്ടീഷണൽ ലവ് ആണ്. നമ്മളാണെങ്കിലും മറ്റുള്ളവരെ ചിലപ്പോൾ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിലുള്ള പിതാക്കന്മാര് തന്നെ നന്നായിട്ട് 100% സ്നേഹിക്കുന്നവരുണ്ട്. പക്ഷെങ്കിൽ എങ്കിൽ പോലും ഈ കാലഘട്ടത്തില് 50% ആൾക്കാരും അല്ലെങ്കിൽ ഒരു 3/4% ആൾക്കാരും അവര് സ്നേഹിക്കുന്ന ചില കണ്ടീഷൻസ്, വ്യവസ്ഥകളൊക്കെ വെച്ചാണ്. ഇപ്പൊ അപ്പൻ മക്കളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മക്കൾ അപ്പന്മാരെ സ്നേഹിക്കുന്നത് അവർക്ക് ചില വ്യവസ്ഥകളൊക്കെ വെച്ച് അവരെനിക്ക് വേണ്ടി എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവരെന്നെ എങ്ങനെ നോക്കും, അല്ലെങ്കിൽ അവരെനിക്ക് എന്ത് തരും, അങ്ങനെ പല കണ്ടീഷൻസ് വെച്ച് സ്നേഹിക്കുന്ന അപ്പന്മാരും ഉണ്ട്. പക്ഷേ നമ്മുടെ സ്വർഗീയ പിതാവ് എന്ന് പറയുന്നത് നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മളെ പാപങ്ങൾ നോക്കാതെ നമ്മളെ സ്നേഹിച്ച് നമ്മളോട് ഒരിക്കലും മാറാത്ത ഒരു സ്നേഹമാണ് ദൈവം കാണിച്ചു തന്നെ. ആ സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാപികളാണ്. നമ്മളിപ്പോ പാപികളായിട്ടുള്ളവരടുത്ത് ഇപ്പൊ ഒരു വ്യക്തിക്ക് ഒത്തിരി പാപങ്ങളുണ്ട്, അവരെ പറ്റി നമുക്ക് ഒത്തിരി ഡീറ്റെയിൽസ് ആയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവരോട് മിണ്ടാൻ തന്നെ അവരങ്ങനെയൊക്കെ ഉള്ളവരാ, മിണ്ടണ്ട, അങ്ങനെ ഉള്ള നമ്മളിൽ ചിന്തകളുണ്ട്. പക്ഷെങ്കിൽ ദൈവം അങ്ങനെയല്ല സ്നേഹിക്കുന്നത്. ദൈവം സ്നേഹിക്കുന്നതെന്ന് പറയുമ്പോൾ അതൊരു മാറാത്ത സ്നേഹമാണ്. നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തവും നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് വേണ്ടി ഒഴുക്കി തന്ന് നമ്മളെ നിത്യ സ്നേഹത്താലാണ് ദൈവം സ്നേഹിച്ചത്. ആ യിരെമ്യാവ് 31:3 ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ നിത്യ സ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിനക്ക് വേണ്ടി ദയ കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം ഈ ലോകത്തിലുള്ള പിതാവിനെ പോലെ ഉള്ള ഒരു സ്നേഹം അല്ല. നമ്മൾ അപ്പ പിതാവെ അല്ലെങ്കിൽ അപ്പ എന്ന് വിളിക്കുമ്പോൾ ആ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന നിത്യ സ്നേഹം തന്ന് നമുക്ക് നിത്യജീവൻ തന്ന് സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. രണ്ടാമതായിട്ട് ആ ദൈവത്തിന്റെ കരുണ, അനന്തമായിട്ടുള്ള ഒരു കരുണയാണ് ദൈവത്തിനുള്ളത്. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്ന സങ്കീർത്തനങ്ങൾ 103:13 പറയുന്നു. കർത്താവിന്റെ ആ കരുണ എന്ന് പറയുന്നത് അനന്തമാണ്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ അപ്പനും മക്കളോട് കരുണ തോന്നും. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് എന്തൊക്കെ കാര്യം ഉണ്ടെങ്കിലും അവരോട് കരുണ തോന്നും. പക്ഷെ ദൈവത്തിന്റെ കരുണ വീണ്ടും 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 നമ്മൾ എന്തൊക്കെ രീതിയിൽ മാറിപ്പോയാലും കർത്താവിന് വീണ്ടും വീണ്ടും അനന്തമായ, നിലയ്ക്കാത്ത, നിന്നു പോകാത്ത ഒരു കരുണ ദൈവത്തിന് നമ്മളോടുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വിശ്വസ്തത. കർത്താവിന്റെ വിശ്വസ്തത എന്ന് പറയുന്നത്, മനുഷ്യർ നമ്മളെ കൈവിടും ചിലപ്പോൾ. നമ്മുടെ കൂടെ എത്ര നിൽക്കുമെന്ന് പറഞ്ഞവരാണെങ്കിലും നമ്മൾ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ, നമ്മുടെ സാഹചര്യം ചിലപ്പോൾ നന്നായിരിക്കുമ്പോൾ അവർ നമ്മളോടുകൂടെ വിശ്വസ്തരായിട്ട് നിൽക്കും, അല്ലെങ്കിൽ അവർ നമ്മളോടുകൂടെ എല്ലാ കാര്യത്തിനും നിൽക്കും. പക്ഷെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ മനുഷ്യർ നമ്മളെ കൈവിടും. നമ്മൾക്കത് നമ്മുടെ കൂടെ ദൈവം മാത്രമേ ഉള്ള ഒരു അവസ്ഥ വരും. പക്ഷെ നമ്മുടെ ദൈവം അങ്ങനെയല്ല. എന്ത് വാഗ്ദത്തം പറഞ്ഞാലും അതിന് ഉവ്വ് എന്ന് മാത്രമേ ഉള്ളൂ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിട്ടുള്ള ഒരു ദൈവമാണ് നമ്മുടേത്. അപ്പോൾ ദൈവത്തിന്റെ 3 ഗുണങ്ങൾ, നിരുപാധികമായിട്ടുള്ള സ്നേഹവും അനന്തമായ കരുണയും വിശ്വസ്തതയും, ഈ
മൂന്നും കർത്താവിന് നമ്മുടെ ഈ ലോകത്തിലുള്ള പിതാവിനെക്കാട്ടി നമ്മൾ അപ്പ എന്ന് വിളിക്കുമ്പോൾ ആ അപ്പന്റെ സവിശേഷതകളാണ് ഈ മൂന്നും. അതുപോലെ തന്നെ നമ്മുടെ പിതാവിൽ നിന്ന് നമ്മൾ മക്കൾ എന്ന നിലയിൽ നമുക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ദൈവത്തിന്റെ മക്കളായിട്ട് തീർന്നു കഴിയുമ്പോൾ, നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിലായി തീർന്നു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമുക്ക് അപ്പ പിതാവേ എന്ന് വിളിക്കുവാൻ ദൈവം പുത്രത്തിന്റെ ആത്മാവിനെ തന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങൾ, നല്ല പിതാവ് എന്ന നിലയിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ സജീവമായിട്ട് ഇടപെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ വിഷയങ്ങളുടെ മധ്യത്തിലും കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കുന്നു എന്നുള്ള കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ അതിനെ നമ്മൾക്ക് തന്നേക്കുന്നത്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും, നമ്മൾ എന്ത് ജോലി ചെയ്താലും കർത്താവിന്റെ കൃപ ഓരോ നിമിഷവും കർത്താവ് തന്നെ നമ്മുടെ കൂടെ ഉണ്ട് ഓരോ നിമിഷവും. പക്ഷെ നമുക്കിപ്പോ ഈ ഭൂമിയിലുള്ള അപ്പനാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൂടെ 3-4 വയസ്സ് വരെ നമ്മൾ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യത്തിലും അവർ നമ്മുടെ കൂടെ ഇരുന്നെന്ന് വരാം. അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ ഈ ഭൂമിയിലുള്ള അപ്പനാണെങ്കിൽ അവർ ജോലിക്ക് പോകും, അല്ലെങ്കിൽ അവരവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കും. അപ്പൊ നമ്മളെ എല്ലാ സമയത്തൊന്നും നമ്മളെ ശ്രദ്ധിക്കത്തില്ല. ഒരു ദിവസത്തിൽ ഒരു 2 മണിക്കൂർ നമ്മളെ ചിലപ്പോൾ കാര്യമായിട്ട് കെയർ ചെയ്തെന്ന് വരാം. പക്ഷെ ദൈവം സ്വർഗത്തിലെ അപ്പൻ അങ്ങനെയല്ല. നമ്മുടെ കൂടെ നമ്മൾ തനിച്ചായിരിക്കുമ്പോഴായാലും, നമ്മൾ ജോലി ചെയ്യുമ്പോഴായാലും, നമ്മളുടെ ഏത് വിഷയത്തിന്റെ മധ്യത്തിലും സ്വർഗീയ പിതാവ് ആ അപ്പൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ദൈവത്തിന്റെ ഒന്നാമത്തെ സവിശേഷത. രണ്ടാമതായിട്ട്, നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം നമ്മളെ കരുതുന്ന ഒരു ദൈവമാണ്. നമ്മുടെ എന്താവശ്യമായാലും ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, നമ്മൾ യാചിക്കും മുമ്പേ നമ്മുടെ ആവശ്യം അറിയുന്ന നമ്മുടെ ദൈവം. നമുക്ക് വേണ്ടുന്ന ആഹാരമായാലും വസ്ത്രമായാലും എന്തായാലും നമുക്ക് വേണ്ടി കരുതി വെക്കുന്ന ഒരു ദൈവം. നമ്മൾ ചിന്തിക്കും, നമ്മൾ മത്തായി 6:31-32 വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു ഉടുക്കും എന്നതിനെ കുറിച്ച് വിചാരപ്പെടരുത്. നിങ്ങളുടെ സ്വർഗീയ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. അപ്പൊ നമ്മളെ ഉണ്ടാക്കിയ, നമ്മളെ സൃഷ്ടിച്ച, അല്ലെങ്കിൽ നമ്മളെ മക്കളാണെന്ന് അറിയാവുന്ന ദൈവത്തിനറിയാം നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് അറിഞ്ഞ് നമ്മുടെ ഏത് ആവശ്യത്തിലും കരുതുന്ന ഒരു കർത്താവാണ്. മനുഷ്യർ ചിലപ്പോൾ നമുക്ക് വേണ്ടി കരുതാമെന്ന് പറയും. അവർ ചിലപ്പോൾ ആ ഒരു സമയം വരുമ്പോൾ നമുക്ക് വേണ്ടി അത് അവരുടെ കയ്യിൽ ഇല്ല, അല്ലെങ്കിൽ അവർക്കത് തരാൻ ചിലപ്പം പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരാം. എന്നാൽ നമ്മുടെ അപ്പൻ നമുക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾ കരുതുന്ന ഒരു കർത്താവാണ്. മൂന്നാമതായിട്ട്, നമ്മളെ ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു കർത്താവാണ്, ഒരു അപ്പനാണ് നമ്മുടേത്. നമ്മുടെ കുഞ്ഞുങ്ങളെ കൈ പിടിച്ച് നടത്തുന്നത് പോലെ, നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വീഴാതെ, കാലൊന്നും കല്ലി തട്ടാതെ, അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ അവർക്ക് ഒന്നും സംഭവിക്കാതെ നമ്മൾ എപ്പോഴും അവരെ കയ്യെ പിടിച്ചേക്കും, അല്ലെങ്കിൽ നമ്മളെ കൂടെ അവരെ നിർത്തുന്നത് പോലെ സ്വർഗത്തിലെ അപ്പച്ചൻ നമ്മളെ ആണെങ്കിൽ നമ്മുടെ കാൽ വഴുതാതെ, സങ്കീർത്തനം 123:3 ഇങ്ങനെ പറയുന്നു, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല, നിന്നെ കാക്കുന്നവൻ ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല. നമ്മുടെ ദൈവമാണെങ്കിൽ നമ്മൾ ഓരോ നിമിഷവും നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, പോകുമ്പോൾ നമ്മുടെ കാലൊന്ന് ഒന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും. എന്നാൽ നമ്മുടെ കാലൊന്ന് വഴുതുക പോലും ചെയ്യാതെ നമ്മളെ ഓരോ നിമിഷവും പരിപാലിക്കുന്ന നമ്മുടെ അപ്പൻ നമ്മളെ ആപത്തിൽ നിന്ന് അതുപോലെ രക്ഷിക്കുന്ന കർത്താവാണ്. അതുപോലെ നാലാമതായിട്ട്, നമ്മളെ ഇങ്ങനെയൊക്കെ നടത്തുമെങ്കിൽ നമ്മളെ സ്നേഹത്തോട് ചില സമയത്ത് ശിക്ഷിക്കുന്ന ദൈവമാണ്. നമുക്ക് തെറ്റുകൾ വരുമ്പോൾ നമ്മളെ തിരുത്തുന്ന ഒരു കർത്താവാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും തെറ്റ് വന്നാൽ നമ്മൾ അവരെ പറഞ്ഞ്, അവർക്കത് വിഷമമാകുമെന്ന് തോന്നിയാലും നമ്മൾ അത് പറഞ്ഞ് അവരെ കൊണ്ട് തിരുത്തിയിരിക്കും. അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് നമുക്കറിയാം. അതുപോലെ നമ്മുടെ സ്വർഗീയ പിതാവിന്, നമ്മുടെ അപ്പന് നമ്മളെ നന്നായിട്ട് അറിയാം. നമുക്ക് ആ സമയം വിഷമം തോന്നിയാൽ പോലും കർത്താവ് നമ്മളെ അതാണെങ്കിൽ അതിൽ നിന്ന് മാറുവാൻ, നമുക്ക് ഇച്ചിരി വേദന വന്നാലും ആ സമയം അതിൽ നിന്ന് മാറിപ്പോയി, ഇതെന്റെ മകളാണ് ദൈവത്തിന് നന്നായി അറിയാവുന്നത് കൊണ്ട് ദൈവം നമ്മളെ, ചിലപ്പോൾ നമുക്ക് വിഷമം വന്നാലും ദൈവം നമ്മെ ശിക്ഷിക്കും. നമ്മളെ അതിൽ നിന്ന് തിരുത്തി നമ്മളെ നശിപ്പിക്കുവാനല്ല, മറിച്ച് നമ്മളെ നല്ല പാതയിൽ നയിക്കുവാൻ വേണ്ടി തിരുത്തുന്ന ഒരു കർത്താവാണ്. അതുപോലെ തന്നെ നമ്മുടെ കർത്താവിന്റെ മക്കളായതുകൊണ്ട് നമുക്ക് ദൈവം ചില അവകാശങ്ങളും ഉണ്ട്. നമ്മുടെ ഭൂമിയിലുള്ള അപ്പന്മാരാണെങ്കിൽ അവരുടെ സമ്പത്തും അവരുടെ കയ്യിലുള്ള സകലതും അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാന്ന് ആ കുഞ്ഞുങ്ങൾക്ക് അറിയാം. എൻ്റെ അപ്പന്റെ കയ്യിലുള്ള എന്തുണ്ടോ ഞാൻ അത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അതെന്തായാലും അപ്പൻ എനിക്ക് മാത്രം തരാൻ വെച്ചേക്കുന്ന സാധനങ്ങളാണ്.
അതുപോലെ തന്നെ സ്വർഗീയ പിതാവ് നമ്മളെ രക്തം തന്ന് വീണ്ടെടുത്തെങ്കിൽ ബാക്കിയും രക്തം തന്ന് വീണ്ടെടുത്തെങ്കിൽ ബാക്കിയും കൂടെ നൽകാതിരിക്കുമോ എന്ന് തന്നെ വചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നും കാണുകയില്ല. നമ്മുടെ ആവശ്യങ്ങളിൽ കർത്താവിനറിയാം, നമ്മുടെ അപ്പനറിയാം ഇവൾക്ക് എന്തുവാണ് ആവശ്യം, അല്ലെ ഇവൻ എന്തുവാണ് ഇപ്പോൾ ആവശ്യം, അല്ലെ ഇന്ന് എന്താണ് ആവശ്യം, നാളെ എന്താ ആവശ്യം, ഈ സമയത്ത് എന്തുവാ വേണ്ടി. ചിലപ്പോൾ നമ്മുടെ കൈകളിലോട്ട് തന്നില്ലെന്ന് വരാം. ആ കർത്താവിന്റെ കരങ്ങളിൽ ഈ സകലതും ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിൻ്റെതായ രീതിയിൽ കർത്താവ് നമുക്ക് തരും. നമ്മുടെ അപ്പനാണ്. അപ്പന്റെ എല്ലാ അവകാശങ്ങളും നമുക്കും ഉള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളെ വഴി നടത്തുന്ന ഒരു കർത്താവാണ്. അപ്പൊ നമ്മുടെ അപ്പ നമ്മളെ ആണെങ്കിൽ സജീവമായി നമ്മളെ ഓരോ നിമിഷവും വഴി നടത്തുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. നമ്മുടെ ആവശ്യത്തിൽ നമ്മളെ കരുതുന്ന ഒരു കർത്താവാണ്. ആപത്തുകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു കർത്താവാണ്. സ്നേഹത്തോടെ നമ്മളെ ശിക്ഷിച്ച് തിരുത്തി നമ്മളെ വഴികളിൽ കൊണ്ടുവരുന്ന കർത്താവാണ്. നമുക്ക് ചില അവകാശങ്ങൾ വെച്ചിട്ടുള്ള എല്ലാ അവകാശങ്ങളും നമുക്ക് തരുന്ന ഒരു അപ്പയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് നമ്മള് തന്നെയാണെന്ന് തോന്നിയാലും, നമുക്ക് വിഷമമോ സങ്കടമോ ഭാരമോ പ്രയാസമോ എന്തു വന്നാലും, ഈ ലോകത്തിന്റെ സൃഷ്ടാവായ നമ്മുടെ ദൈവം ഒരു പിതാവ് തന്റെ കുഞ്ഞിനെ നടത്തുന്നത് പോലെ നമ്മളെ നടത്തുന്നത് നമ്മൾ വലിയ നല്ലവരായിട്ടോ നമ്മൾ വിശ്വസ്തരായിട്ടോ ഒന്നുമല്ല. നമുക്ക് ഒരുപാട് കുറവുകൾ ബലഹീനതകൾ ഉണ്ട്. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെയാണ് ദൈവം നമുക്ക് രക്തം തന്ന് വീണ്ടെടുത്തത്. ആ ദൈവം നമ്മളെ നടത്തുവാൻ ശക്തനാണ്. ലൂക്കോസ് 15-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ നഷ്ടപ്പെട്ടു പോയ ആ മുടിയനായ പുത്രൻ മടങ്ങി വരുമ്പോൾ ആ പിതാവ് ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിച്ച് ആ മകനെ സ്വീകരിക്കുന്നത് പോലെ എപ്പോഴും നമ്മുടെ കർത്താവ്, നമ്മൾ എത്ര പാപികളായാലും എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും നമ്മൾ അങ്ങനെ തെറ്റ് ചെയ്യണമെന്നല്ല, എന്നാൽ പോലും നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് അപ്പ എന്ന് വിളിച്ചൊന്ന് ഓടി ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ അപ്പ എന്ന് വിളിച്ച് നമ്മുടെ സങ്കടം പറയുമ്പോൾ നമ്മളോട് അടുത്ത് വരുവാൻ ദൈവം തയ്യാറാണ്. നമ്മൾ ചില സമയങ്ങളിൽ കർത്താവിനെ നമ്മൾ വേദനിപ്പിക്കും. നമ്മൾ വചനം വായിക്കാതെയും നമ്മൾ പ്രാർത്ഥിക്കാതെയും ഒക്കെ ഇരിക്കുമ്പോൾ അപ്പ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കാതെ എഴുന്നേറ്റ് പോകുമ്പോൾ കർത്താവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എൻ്റെ മോൾ എൻ്റെ അടുത്ത് എപ്പം വരും. അങ്ങനെ നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാൻ മറന്നു പോകും, അല്ലെങ്കിൽ ബൈബിൾ വായിക്കാൻ മറന്നു പോകുമ്പോൾ യേശപ്പച്ചൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഈ എൻ്റെ മോള് എപ്പോ എൻ്റെ അടുത്തൊന്ന് വരും. നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടായിട്ട് ഒരു ദിവസം നമ്മുടെ അടുത്തൊന്ന് വന്നില്ലേ നമുക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവും. നമ്മുടെ കുഞ്ഞുങ്ങൾ വന്നില്ലേ അല്ലെ വൈകിട്ട് വരെ ഒന്ന് വരാതിരിക്കുന്ന ആ ഒരു അവസ്ഥ. അതുപോലെ തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാതെയും ബൈബിൾ വായിക്കാതെയും ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ദൈവം ഓരോ മണിക്കൂറിലും ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ടിരിക്കും, ഇപ്പം വരുമായിരിക്കും, എൻ്റെ അടുക്കൽ ഇപ്പം വന്ന് മുട്ടുകുത്തിയിരിക്കുമായിരിക്കും ചിന്തിച്ചിരിക്കും. അങ്ങനെയാണ് നമ്മൾ കർത്താവിനെ, നമ്മുടെ അപ്പായെ അങ്ങനെ വേദനിപ്പിക്കാതെ നമുക്ക് എപ്പോഴും കർത്താവിനോട് പറ്റിച്ചേർന്നിരിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എൻ്റെ പപ്പയാണെങ്കിൽ 15 വയസ്സുള്ളപ്പം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ ആ ദൈവത്തിന്റെ ആ ഒരു അപ്പായുടെ സ്നേഹം രുചിച്ചറിഞ്ഞ് എൻ്റെ ആ വയസ്സ് മുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ വയസ്സിലൊന്നും വലിയ അറിവില്ലെങ്കിൽ പോലും 22-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെടാൻ സ്നാനപ്പെടാനൊക്കെ ദൈവം കൃപ തന്നു. അപ്പൊ തൊട്ട് ഞാൻ ദൈവത്തിന്റെ മകളായി. ഞാനാണെങ്കിലും ചില സമയത്തൊക്കെ ഇങ്ങനെ ചിന്തിക്കും. ചില സമയത്തല്ല, എൻ്റെ ജീവിതത്തിൽ ഇപ്പൊ ഒരു 25 വർഷമായി പപ്പ മരിച്ചുപോയി. അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തില് ഒരു 100 തവണ അല്ല അതിൽ കൂടുതൽ ഞാൻ ദൈവത്തോട് ചില സമയങ്ങളിൽ ഓരോ സാഹചര്യം വരുമ്പോൾ, പ്രയാസം ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഞാൻ പറയും, എൻ്റെ യേശുപ്പച്ച എൻ്റെ പപ്പ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോ ഇങ്ങനെ ഒന്നും വരത്തില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുള്ള ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. പക്ഷെങ്കിൽ അപ്പോൾ ആ സമയത്ത് ദൈവം എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ AMN ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ജോലി, അവിടെ ഭയങ്കര കഷ്ടപ്പാടും ജോലികളും. രാവിലെ 8 മണി തൊട്ട് 4 മണി വരെയൊക്കെ ജോലി കഴിഞ്ഞ് 6 മണി 7 മണി വരെയൊക്കെ ജോലി ചെയ്ത സമയങ്ങളുണ്ട്. അപ്പം ഞാനിങ്ങനെ പറയും, കർത്താവേ എനിക്കൊരു പിതാവ് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള അപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ജോലി ചെയ്യണ്ടായിരുന്നല്ലോ. എന്നെ അവര് നോക്കി എന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തേനെമല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ച സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, അവിടെ ഒരു കട്ടിലുണ്ട്, രാത്രിയിൽ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. അപ്പൊ എൻ്റെ ദൈവം എൻ്റെ അടുത്ത് ഇറങ്ങി വന്ന് എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനല്ലേ നിന്റെ അപ്പ. ഈ ലോകത്തിലുള്ള അപ്പനുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ അപ്പൻ നോക്കുന്നതിൽ അപ്പുറമായിട്ട് ഞാൻ നിനക്ക് പിതാവായിട്ട് അല്ലെങ്കിൽ അപ്പയായിട്ട് കൂടെയുണ്ട്. എപ്പോഴും ഞാൻ നിന്റെ കൈ പിടിച്ച് നടത്തും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്. എപ്പോ ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ പറയും, ഓ എൻ്റെ പപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ദൈവം എന്നോട് പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇനി അങ്ങനെ പറയരുത് എന്നുള്ള ദൈവശബ്ദം ഞാൻ ഒരു 1000 വട്ടം കേട്ടിട്ടുണ്ട്.
എന്നാലും ചിലപ്പോൾ നമ്മൾ മനുഷ്യരാണ്, നമ്മുടെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോകും. എങ്കിൽ പോലും നമ്മൾക്ക് ആ ദൈവവുമായിട്ട് ദൈവം നമ്മുടെ അപ്പയായിട്ട് കൂടെ പിടിച്ച് കരം പിടിച്ച് നടത്തുന്നുള്ള ഒരു വിശ്വാസം, പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും സങ്കടപ്പെടാനില്ല, നമുക്കൊന്നും ഭാരപ്പെടുവാനില്ല. ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും, വഴി നടത്തും. നമ്മൾ ചിലപ്പോൾ തന്നെയുള്ളതെന്ന് തോന്നും, നമുക്ക് എല്ലാവരും കൂടെ ഉണ്ടെങ്കിലും എല്ലാവരും നമ്മുടെ കൂടെ കാണും. നമ്മുടെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ, നമ്മുടെ ചില വേദനകൾ വരുമ്പോൾ, ചില കഷ്ടങ്ങൾ വരുമ്പോൾ, ചില രോഗങ്ങൾ വരുമ്പോൾ നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ. എത്ര പിതാവുണ്ടെങ്കിലും, ഈ ലോകത്തിലെ പിതാവുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിലും, കുഞ്ഞുങ്ങളുണ്ടെങ്കിലും, ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ അപ്പയായിട്ട് നമ്മുടെ കൂടെ എല്ലാ നിമിഷങ്ങളിലും ഉള്ളത് ദൈവം മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂടെ നിൽക്കുവാൻ ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ അപ്പായെ കൂടുതൽ സ്നേഹിക്കാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുങ്ങാം. നമ്മൾ പലപ്പോഴും കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വേദനിപ്പിക്കും. നമ്മൾ ബൈബിള് വായിക്കാതെ, നമ്മൾ പ്രാർത്ഥിക്കാതെ ഒക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ അപ്പ വളരെയധികം സങ്കടപ്പെടും. അപ്പോൾ നമുക്ക് അങ്ങനെ ആകാതെ കർത്താവിനെ നമ്മൾ സ്നേഹിച്ചുകൊണ്ട്, ആ യോഹന്നാൻ ഇരുന്നതുപോലെ കർത്താവിന്റെ മാറിൽ ചാരിക്കൊണ്ട് ആ അപ്പായെ സ്നേഹിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ചെറിയ